ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്കൊക്കെ സർവ്വ നന്മയുണ്ടെങ്കിലല്ലേ നിങ്ങൾ വെഡിങ് കളക്ഷനിലും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊക്കെ വരുള്ളൂ. അപ്പം ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അതെല്ലാം പ്രാർത്ഥിക്കണമെന്ന്. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യം കൊണ്ട് ഈശംബരം നിങ്ങളെ തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തു. ഇത് എന്നെ വിശ്വസിച്ചോട്ടോ, അത് എന്നെ സംഭവിക്കേ. അപ്പം ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. 1 യോഹന്നാൻ 2:1 പറയുക, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഇത് കേട്ട എന്തേലും തോന്നുമോ? നമുക്കത് ചിലവർക്ക് മനസ്സിന് പാപം ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര മനസ്സ് ദൈവം ഇത് ക്ഷമിക്കുമോ എന്നൊക്കെ ഓർക്കണേ. എന്തോരം മനുഷ്യരുണ്ടെന്നറിയാവോ? അപ്പോൾ അത് ദൈവത്തിനോട് ക്ഷമ ചോദിച്ച് ഏറ്റു പറഞ്ഞാൽ, യേശുവിനോട് ഏറ്റു പറഞ്ഞാൽ, സുകുമാരഴിക്കോട് പണ്ട് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയൊക്കെ അങ്ങനെ കുമ്പസാരിക്കാനൊരു ഇതുള്ള കാരണം അവർക്ക് ഒത്തിരി മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. നമ്മളൊരു തെറ്റ് ചെയ്തു, മനുഷ്യനല്ലേ തെറ്റ് ചെയ്യും. ബൈബിളിൽ ദാവീദൊക്കെ ദൈവമായിട്ട് കൂടെ നടന്ന ആളല്ലേ, എന്നിട്ട് എന്തോരം തെറ്റ് ചെയ്തു. പക്ഷെ ദൈവം എൻ്റെ ഒത്തിരി ഹൃദയം കണ്ട മനുഷ്യൻ എന്നൊക്കെ ദാവീദിനെ പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഹൃദയം തുറന്ന് ദൈവത്തിനോട് ക്ഷമ ചോദിച്ചു, പിന്നെ ആ തെറ്റ് ചെയ്തുമില്ല. അപ്പം നമ്മൾ തെറ്റ് ഇങ്ങനെ മനുഷ്യർക്ക് പറ്റിപ്പോയാൽ ദൈവത്തിനോട് ക്ഷമ പറഞ്ഞാൽ മതി. യേശു കർത്താവായത് കാരണം യേശുവിനോട് ക്ഷമ പറഞ്ഞാൽ നമുക്ക് പിതാവിൻ്റെ അടുത്ത് യേശുമ്പരാൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ യേശുമ്പരാൻ പറയും, അവൻ എന്നോട് ക്ഷമ പറഞ്ഞാൽ ഞാൻ അവന് വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തതെന്ന് പറയും. അപ്പോൾ നമ്മളങ്ങനെ രക്ഷപ്പെടും. ഇത് കേൾക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവർക്കൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നും. പക്ഷെ കുറേ കഴിഞ്ഞ് ദൈവമുണ്ട്, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾക്കും നമ്മളെ വിധിക്കും എന്നാണ് പറയണത്. അതല്ലേ പറഞ്ഞത്, എപ്പോഴും ഒരു വിശ്വാസി തൻ്റെ നാവിൽ ഒപ്പിനാ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രമേ പറയാവുള്ളൂ. നമ്മളെ ഓരോരുത്തരെ കയറ്റി നിർത്തുമ്പോൾ എൻ്റെ ദൈവം ഞാൻ പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് ഓർത്ത് സങ്കല്പിച്ച് നോക്കട്ടോ. അങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ അവസ്ഥ. ദൈവം എന്നായാലും ഉണ്ട്. ആ ദിവസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കയറി നിൽക്കേണ്ടേ വരും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എൻ്റെ നിപ്പ് കണ്ടപ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എവിടെയാണ്. റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ആണേ. നമ്മുടെ ഇത് നമ്മൾ കോട്ടൺ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇതൊരു സിൽക്ക് മെറ്റീരിയലാട്ടോ. ഇത് ഇങ്ങനെ ക്രോഷ്യോ ലേസ് പോലെ, ഇങ്ങനെ ക്രോഷ്യോ ഇടയ്ക്കിടയ്ക്ക് ക്രോഷ്യോ വർക്ക് പോലെയുണ്ട്. നല്ല ഫുൾ വർക്ക്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ടോപ്പൊക്കെ അടിക്കാനും ബ്ലൗസിന് ഉടുപ്പിനൊക്കെ എടുക്കാം. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ചെയ്യാം. നല്ല പേസ്റ്റ് കളറും ഉണ്ട്. എത്ര? 290. മറ്റേൻ്റെ വില തന്നെയാണ്. ഇത് സിൽക്കാന്ന് മാത്രം 299. ഇതിൻ്റെ കോട്ടൺ നമ്മൾ ഡൈ ചെയ്യണത് എപ്പോഴും കാണിക്കാറില്ല. ആ സെയിം ഡിസൈൻ. ഇത് ഭയങ്കര ഡിമാൻഡുള്ളൊരു ഡിസൈനുമാണ്. ഇട്ടാലും നല്ല 299. അതിൻ്റെ വേറെ കളറ്. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യണം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. ഒന്നും തോന്നരുത് കേട്ടോ. നീ ആ കട വളർത്തിക്കൊണ്ട് തന്നെ ഇതിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും. അപ്പോൾ പിന്നെ നമുക്ക് നല്ല മനോഹരമായ 2 സ്കീമുണ്ട്. ഇതിലായിട്ടോ. ആ സ്കീം എൻ്റെ വിശദ വിവരം അറിയണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 9447575564. നല്ല കളേഴ്സ് കേട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. പെട്ടെന്ന് എടുത്തോ. ആദ്യമായിട്ട് കാണിക്കണ കാരണം പെട്ടെന്ന് തീരുവേ. റീസ്റ്റോക്ക് വരുത്തുമ്പോഴൊക്കെയാണ് ഇത്. അത് കാരണം പെട്ടെന്ന് തീരും. നല്ല കളേഴ്സാണ്. എന്നോട് ചിരിക്കാൻ പറയുക. ചിരിക്കാണ്ട് തന്നെ കണ്ടാൽ ഭയങ്കര ദേഷ്യക്കാരിയുടെ ഒരു മുഖം തോന്നും. ഇത് കണ്ടോ? ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേളിലോട്ട് ക്രീം വെച്ചിട്ട് താഴത്തേട്ട് ഇതൊക്കെ വെച്ച് തയ്ച്ച് ഓണത്തിനാണല്ല, ഓണത്തിന് മുമ്പേ ഈ സാധനമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ ഒന്നാമത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന സമയമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ വന്നു തുടങ്ങി. ഇത് പ്യുവർ കോട്ടണിൽ, കേരള ക്രീമിൽ, കേരള കോട്ടണിൽ ഈ ജെറി വർക്കും സ്ട്രൈസും കൂടെ വന്ന് എത്ര വില? 190 രൂപയുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്. ഇങ്ങനെ ടോപ്പ് എന്നിട്ട് ഇതിൻ്റെ മേളിൽ പ്ലെയിൻ വെച്ചേക്കുക കേരള ക്രീമിൻ്റെ. അതിൻ്റെയും കാണിക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചായിട്ട് ചെയ്തോ. പ്യുവർ കേരള ക്രീമാണ്. ഇപ്പോഴത്തെ ഇനിയത്തെ ഓണമൊക്കെ ഇങ്ങനെ ലേറ്റസ്റ്റ് മെറ്റീരിയലും കൊണ്ടായിരിക്കും. പണ്ടത്തെ നമ്മുടെ ഓർഡിനറി കേരളയൊക്കെ മാറും. ഇത് കണ്ടോ? അതിൽ തന്നെ ബുട്ട കേട്ടോ. ഇതിന് തന്നെ വില സെയിം വിലയാ 190 കേട്ടോ. ഇത് യോക്കി വെച്ചിട്ട് അത് സ്ട്രൈസ് പോലെയാട്ടോ ഞാൻ കണ്ടത്.
ഇത് പാൻ്റാക്കുകയൊക്കെ ചെയ്യാം, ടോപ്പാക്കാം. നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് തയ്ച്ചോ. ഇതൊരു ചെക്ക് പോലെ കേട്ടോ, ശരിക്കും ഒരു ചെക്ക്. ആ കേരള ക്രീം കോട്ട, ആ നമ്മുടെ കേരള സെറ്റിൻ്റെ അകത്തുനിന്ന് തന്നെ പക്ക ഹാൻഡ്ലൂം. ഇതിന് എല്ലാത്തിനും സെയിം വിലയാട്ടോ. ചെക്ക് 190, ഇത് 190 ഇതൊരു കോപ്പർ, ഇച്ചിരി ഒരു കോപ്പർ ഷെയ്ഡ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. $190 ഇത് കണ്ടോ. പിന്നെ ടിഷ്യൂ ഭയങ്കര തരംഗായി വരുമല്ലേ. ഇത് ഭംഗിയായിരിക്കും. ഇതിൻ്റെ ടോപ്പ്, സാരി, ബ്ലൗസ് എല്ലാം കളർ തന്നെ ഭയങ്കര രസമല്ലേ. ഇതിനെത്ര? ഇത് 190 അതെയോ? ഇതിനെല്ലാം 190. ഇത് കണ്ടോ, സിൽക്ക് ഓർഗൻസേൽ നമുക്കിപ്പോൾ സാരിക്ക് മുറിക്കാനൊക്കെ ഒത്തിരി ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ സിൽക്ക് ഓർഗൻസേൽ ഇങ്ങനെ ബോർഡർ. ഇപ്പോൾ ഈ വെള്ള ഹക്കോബയുടെ ബ്ലൗസൊക്കെ ഭയങ്കര ഫാഷനല്ലേ. രണ്ടും 250 കേട്ടോ. ഹക്കോബയ്ക്ക് 250, സിൽക്ക് ഓർഗൻസയ്ക്ക് 250. ഇത് സാരിക്ക് തന്നെയല്ല കേട്ടോ, നമുക്ക് ടോപ്പൊക്കെ അടിക്കുകയൊക്കെ ചെയ്യാം. താഴെ വർക്ക് വെച്ചിട്ട് അങ്ങനെ ടോപ്പ് അടിക്കാം. അങ്ങനെ സാരിക്ക് തന്നെയല്ല, എല്ലാത്തിനും യൂസ് ചെയ്യാം. സ്കേർട്ടും ബ്ലൗസും ഹാഫ് സാരിക്കൊക്കെ ചെയ്യാം. അടിപൊളിയാണ്. ആ മെറ്റീരിയൽ കണ്ടോ, സിൽക്ക് ഓർഗൻസ സൂപ്പർ മെറ്റീരിയലാണ്. 250 വരെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം കേട്ടോ. എല്ലാത്തിനും ആ വെള്ള ബ്ലൗസ് യൂസ് ചെയ്താൽ മതി. അടിപൊളി കളേഴ്സ്. അതേ പൗഡർ ബ്ലൂവിൻ്റെ സൂപ്പർ കളർ. ഇതിനും ബ്ലൗസ് വെച്ച് കാണിക്കാം. അല്ലേ, ഞാൻ കസ്റ്റമേഴ്സിനോട് വിചാരിച്ചു അവ അവർ തന്നെ പറയും നല്ലതാന്ന്. അയ്യോ, എനിക്ക് പക്ഷേ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സത്യത്തിൽ കസ്റ്റമർ എന്നൊന്നും പറയണേ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ യേശുപ്പ, നിങ്ങൾ ദൈവം പറഞ്ഞു വിട്ട ദൈവജന യേശുപ്പൻ എന്നെ ഈ ക്ഷാമകാലത്ത് നിങ്ങളെ കൊണ്ട് ക്ഷേമത്തോടു കൂടി പോറ്റി പുലർത്തണേ. കാരണം രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം അവിടെ വന്നത് രേവതി വെഡ്ഡിങ് കളക്ഷനിലെ ഓൺലൈൻ കസ്റ്റമേഴ്സൊക്കെയാണ്. ഒത്തിരി സ്കീമിൽ ചേർന്നു. സ്വർണം ഓൺലൈൻ അയക്കുമെന്ന് വല്ലവരും ഓർത്തു. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കണേ. എന്തോരം സ്വർണ്ണം നമ്മളിപ്പോൾ ഓൺലൈൻ അയക്കണമെന്നറിയാവോ. അപ്പോൾ ഒത്തിരി പേര് ഓൺലൈനിൽ നേരത്തെ മുതൽ ഓൺലൈനിൽ സ്വർണ്ണം എടുക്കണ ഒത്തിരി മനുഷ്യരുണ്ടെന്ന് പറഞ്ഞത്. എനിക്കതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റണല്ലോ. ഇപ്പം ഇനി എല്ലാ ജീവിതവും ഓൺലൈനാകും. അപ്പോൾ 250 രൂപയുള്ളൂ കേട്ടോ. വെള്ളം കാണിച്ച് നല്ല രസമില്ലേ. ഇനിയുണ്ട് ഇതിൻ്റെ ഇല്ലല്ലോ. ഇനി നമ്മുടെ ഈ ഫുൾക്കാരി, ഈ കൂടിയ ഫുൾക്കാരി, ഇത് പുതിയ കളർ ചാർട്ടും പുതിയ ഡിസൈനുമായിട്ട് വന്നിട്ടുണ്ട്. 230 അല്ലേ? 230 ആണ് വില. ഇതെന്തോരം കൊണ്ടുവന്നാലും എന്നും കൊന്നും ഫാഷനാട്ടോ. ഇത് ഒറിജിനലാട്ടോ. ഇതെടുക്കുമ്പോൾ ഇത് തയ്ക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും നമുക്ക് തുണി എടുത്ത് തയ്ക്കുമ്പോൾ ടോപ്പിനൊക്കെ നല്ല സൂപ്പറാണ്. ടോപ്പും സാരിക്കൊക്കെ ഒത്തിരി ഇത് മുറിഞ്ഞു പോണേ. നല്ല പേസ്റ്റ് ചാർട്ടുകൾ, നല്ല ഡിസൈനുകൾ. 230 ഉള്ളൂ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ അല്ലേ. നോക്കിയേ, ഗോൾഡൻ കളറ് അടിപൊളിയല്ലേ. ലൈലാക്ക് നല്ല കളേഴ്സ്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും കളറുണ്ട് ഇതിൻ്റെ. അമ്മോ, തോണി ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ. ഇതേ പൗഡർ ബ്ലൂ, നല്ല ഡിസൈനും അല്ലേ. നോക്കി, എന്ത് പണ്ടത്തെ കാലം ഭയങ്കര സോഫ്റ്റും കേട്ടോ. ഇപ്പോൾ ഈ മെറ്റീരിയൽ എല്ലാവരും സോഫ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഈ കളറൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന്. ഈ ബ്രൗണിൻ്റെ
ലൈറ്റ് എന്തോ ഒരു പ്രത്യേക കളറ്. ഈ കളറിൻ്റെ ഒത്തിരി ചുരിദാറും ഇതൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കളറാണ്, ഈ വർഷത്തെ കളർ ഇതാ. പുതിയ കളറിനെ കണ്ടുപിടിക്കണം ജനുവരിയിൽ ഇതാണ്ടല്ലേ. എപ്പോഴാണ് കളർ കണ്ടുപിടിക്കണം പുതിയ കളർ? ഈ വർഷത്തെ കളർ ഇതാ, ഗ്രീൻ. ഇതാരാ പറഞ്ഞെന്ന് ചോദിക്കരുത്, ഞാനുണ്ടാക്കിയത്. തമ്പുരാനെ, നീ ഇന്ന് തർക്കിക്കാൻ വരരുത് എൻ്റെ യേശുപ്പ. നല്ല കളറല്ലേ, നല്ല പേസ്റ്റൽ ഗ്രീൻ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് എടുത്തോ. കുറേ ദിവസം കൂടി ഇതിൻ്റെ വന്നേക്കണത് കാരണം പെട്ടെന്ന് തീരും. അവൈലബിൾ ആണോ എന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ഇത് കണ്ടോ, കോട്ട് സെറ്റിന് ഇപ്പോൾ ഭയങ്കര സൂപ്പർ. ഈ ഒരു ഒറിജിനൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൈസ് സൂപ്പർ കോട്ടൺ കേട്ടോ. ലൈനിങ് ഒന്നും വേണ്ട, അതേ നെല്ലൊന്നും അടിക്കില്ല. ഇതെത്ര? 150. ഇത് രണ്ടും 150 വെച്ചാട്ടോ കോട്ട് സെറ്റിന്. ടോപ്പും ബോട്ടും അതല്ല, ഇനിയിപ്പോൾ ഇത് തന്നെ ടോപ്പും ബോട്ടും എടുക്കണം, ഇത് തന്നെ ടോപ്പും ബോട്ടും എടുക്കണം, എന്ത് വേണേലും ചെയ്തോ. നല്ലതാണ് കോട്ട് സെറ്റിന്. ഇപ്പം ഇങ്ങനത്തെ പ്രിൻ്റ് ആ കോട്ട് സെറ്റിൽ അപ്പടി മഞ്ഞ. $150 ഉള്ളു പെർ മീറ്റർ. തയ്ച്ചിട്. നീ പ്രിൻ്റൊക്കെ ഡിഫറെൻറ്റ് വേണോ? പ്യുവർ കോട്ടൺ ആട്ടോ, ഒരു മിക്സിങ്ങും ഇല്ലാത്ത പ്യുവർ കോട്ടൺ ആണ്. 150 ഉള്ളൂ. ഇത് മിക്സ് ആൻഡ് മാച്ച് വെച്ച് തയ്ക്കാം. ഇതിന് ടോപ്പും ബോട്ടം ഇത് വെച്ച് തയ്ച്ചു. എന്നാ സോഫ്റ്റ് തുണിയാ, പതുപതൂന്നുള്ള തുണി. 150. നല്ല പ്രിൻ്റുകളല്ലേ, അപ്പോൾ പെട്ടെന്ന് എടുത്തോ കേട്ടോ. ഇത് കണ്ടോ, ഇതിനായിരുന്നു പേര് പറഞ്ഞേ, ക്രഷ്ഡ് അല്ലല്ലോ. ടിഷ്യൂ മെറ്റീരിയലാ, പക്ഷെ സോഫ്റ്റ് ക്രേപ്പിൻ്റെ ഒരു ടിഷ്യൂ ഫിനിഷിങ്ങിലാണ്. ഇനി ഒരു 2 വർഷത്തേക്ക് ടിഷ്യൂവിൻ്റെ ഇറങ്ങണമെന്നാണ് പറഞ്ഞത് കേട്ടെ. ഒരു ടിഷ്യൂ ലുക്ക്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഈ സാരിയാണ് മുറിച്ചത്, ഒരു കൊച്ചു കുറച്ചെന്നാണ് അത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് തന്നെ സെറ്റ് ചെയ്ത കോൺട്രാസ്റ്റോ. ഇപ്പോൾ ഒരു കൊച്ചിത് മുറിച്ചുകൊണ്ട് പോയേ ഉള്ളൂ. ഇത് അടിപൊളിയാണ്, അത് വെച്ച് നോക്കിയിട്ട് എന്ത് ഭംഗിയാണ്. അപ്പം ഇതേ ഒരു കോൺട്രാസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞു ബ്ലൗസ് പീസ്. എനിക്കെപ്പോഴും സെയിമിൻ്റെ ആളാട്ടോ ഞാൻ. എത്രയാ? 199. പഫ് കൈയൊക്കെ ആയിട്ടോ അല്ലെ സ്ലീവ്ലെസ്സോ ബ്ലൗസും കിട്ടാൽ പോരെ. എന്ത് ഭംഗിയായിരിക്കും. ടിഷ്യൂ ക്രേപ്പാട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി. പിന്നെ എത്രയായിരുന്നു? 199. എന്ത് ഭംഗിയാന്ന് നോക്കി. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കയറി കണ്ട ഇതിൻ്റെ മാത്രമേ ഉള്ളൂ ഇപ്പം സാരികളും. വലിയ ഫിലിം സ്റ്റാർസ് അവരൊക്കെ കാണിക്കണേ, എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനലായിരിക്കും. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. നമ്മളോർക്കും അവരെല്ലാം ഭയങ്കര വിലയുടെ ആയിരിക്കും എന്ന്. അവർക്ക് എന്നും പുതിയ പുതിയ സാരി, ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. എന്നായാലും കണ്ട സെയിം ലുക്ക്. ഈ ഹോസ്റ്റൽ പിള്ളേരെല്ലാം എങ്ങനെ ഉടുക്കുമ്പോൾ ന്യൂജനൊക്കെ വലിയ വിലയുടെ എടുക്കുമോ? ഇതൊക്കെ 199 രൂപ. സൂപ്പർ സംഭവമല്ലേ, ഇത് രസം. എന്ത് ഭംഗിയാ. വാ, അടിപൊളി. സൂപ്പർ സംഭവം. 199 രൂപയുള്ളൂ. ഇതൊക്കെ ലൈലാക്ക്. അടിപൊളി. സൂപ്പറല്ലേ. ഇനിയുണ്ട് ഇതിൻ്റെ കളർ. ഇനി ഒരു നെറ്റ് കാണിക്കാവേ. അതിൻ്റെ പ്ലെയിൻ നെറ്റ്. ഇതിൻ്റെയൊക്കെ ലൈനിങ് ഇവിടെ കാണും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റാറിൻ്റെ ഒരു ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ. 55 രൂപ പ്ലെയിൻ നെറ്റിന്. ഇതിന് 140. എന്ത് രസാ. ഇതൊക്കെ ഇത് സ്കേർട്ടും ബ്ലൗസും ഷോർട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് നെറ്റിൻ്റെ ഇത് പാവാടയും ബ്ലൗസും ഒരേ കളറാട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ്. വേറെ കോൺട്രാസ്റ്റ് ഒന്നും ഇടണ്ട. സെയിം സ്കേർട്ടും ബ്ലൗസും. വേണമെങ്കിൽ ഷോൾ ഉണ്ടാക്കിയാൽ മതി. ഷോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ബ്ലൗസും സ്കേർട്ടും ഇട്ട് ഈ വയറൊന്നും ഇല്ലാത്ത ആലിലെ വയറൊക്കെ ഉള്ളവർ
വയറുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ന്യൂജൻ പിള്ളേർക്ക് അത് അങ്ങനത്തെ വലിയ ടെൻഷനൊന്നുമില്ല. വയറ് കണ്ട അങ്ങനെ വലിയ സംഭവം പോലെ ഒന്നും ടെൻഷനില്ല. ഇത് ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ വർക്കുള്ള നെറ്റ് കേട്ടോ. ഇതിനെത്ര 60. ഇതിന് 60 രൂപയുള്ളൂ കേട്ടോ. പ്ലെയിൻ നെറ്റിന് 55. ഇതൊക്കെ ഇങ്ങനെ സ്കേർട്ടും ബ്ലൗസും ഭയങ്കര രസമാണ് കേട്ടോ. സ്കേർട്ടും ബ്ലൗസും ഇട്ടിട്ട് ഇത് ഷോളാക്കിയാൽ മതി. എല്ലാം ടോപ്പ് സ്കേർട്ടും ബ്ലൗസും സെയിം തന്നെ എടുക്കണേ. ഇത് 60 രൂപയുള്ളൂ കേട്ടോ. ഇതിനൊക്കെ ലൈനിങ് ഇവിടെ കാണുമേ. എല്ലാത്തിനും പ്ലെയിൻ നെറ്റും ഉണ്ട്. ഇത് നമ്മുടെ പുതിയ ഫുൾക്കാരിയുടെ പുതിയ ഇങ്ങനെ കുറഞ്ഞതില്ലേ 150 രൂപ. അതിൻ്റെ പുതിയൊരു വേർഷനാണ് കേട്ടോ. പണ്ട് നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇറങ്ങി തുടങ്ങി. പുതിയൊരു വേർഷൻ ഭയങ്കര ലൈറ്റ് പീസ് ചാട്ടുകളി വന്നു തുടങ്ങി. 150 ഉള്ളൂ. നല്ല രസമുള്ള പീസ് ചാട്ടുകളാട്ടോ. കണ്ടു ഇത് നോക്കി. ഇത് നമ്മളെപ്പോഴും കാണുന്ന ബേജ് കളറാണ്. ഇതിന് എന്തോരം ഉണ്ടെങ്കിലും ചിലവായിക്കോളും. ഇതൊക്കെ ഈ ക്രീമൊക്കെ ഇടുമ്പേ ഇങ്ങനെ ഭയങ്കര നമുക്ക് മുഖത്തിനൊക്കെ ഒരു ശാലീനത വരും അല്ലേ? ശരിക്കും അങ്ങനെ വരും. ഇതേ എനിക്കൊരു ശാന്ത സ്വഭാവമൊക്കെ തോന്നിട്ട് എന്നോർത്ത് ഉണ്ണിക്കുട്ടൻ മംഗലാപുരത്ത് മംഗലാപുരത്ത് കോളേജ് ഫാദർ മുള്ളറിലാട്ടോ മെഡിസിൻ പഠിച്ചേ. അപ്പോൾ അവനെ കാണാൻ പോവുക. അപ്പോൾ കേരള സാരിയൊക്കെ കൊടുത്ത് ഞാൻ പോവും. എൻ്റെ ചിരിക്കാൻ പറ്റൂല. സകല മനുഷ്യരും ഹോട്ടലിൽ കയറി അവരിങ്ങനെ നോക്കും. എല്ലായിടത്തും നിന്ന് കേരള സാരി കൊടുത്ത് കാണുമ്പോൾ ഞാനൊരു ശാന്തത തോന്നും. അന്നൊക്കെ ഇങ്ങനെ ഈ ഓണത്തിനല്ലാണ്ട് കൊടുക്കുകയെ. ഇപ്പോൾ ഒരു ഐശ്വര്യമായിട്ടിരിക്കട്ടെ, എന്നെ കണ്ട ഒരു നല്ല കൊച്ചിനെ പോലെ ഇരിക്കട്ടെ, കടുങ്കളറൊന്നും കൊടുക്കണ്ടെന്ന് ഓർത്ത് കേരള സാരി കൊടുത്തു. പക്ഷെ എല്ലാവരും ഇങ്ങനെ അയ്യോ ഇങ്ങനെ നോക്കും. കേരള സാരിയുടെ ഒരു ഭംഗി ഒരു വേറെയാ അല്ലേ? ഇതേ നല്ല കളർ. ഇപ്പോഴാണെങ്കിൽ വല്ല ചുരിദാറും ഇട്ടോണ്ടല്ലാണ്ട് പോവോ? അവൻ ഒന്നാതെ ഞാൻ കോളേജിൽ ചെല്ലണേ ഇഷ്ടമല്ല. രണ്ടെണ്ണത്തിനും വലിയ ഇഷ്ടമില്ല. പിന്നെ അപ്പൂന് വലിയ കുഴപ്പമില്ല. ഉണ്ണിക്കുട്ടനെ ഞാൻ ചെല്ലുമ്പോഴേ ആദ്യം അവൻ അതുപോലെ ഒപ്പിച്ച് വെക്കുകയുള്ളൂ. നല്ല ഗ്രീൻ അടിപൊളി. 150 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തോ. എല്ലാം 44 ഇഞ്ച് വീതിയാട്ടോ. അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ഇതെല്ലാം ഇങ്ങനെ റെയർ കളക്ഷനാണ് വന്നേക്കണേ. പെട്ടെന്ന് തീരും. ഇതിനൊന്നും ഫാഷൻ പോലെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. ഇതൊക്കെ ഇട്ട കനവും ഇല്ല. ഇത് കണ്ടോ? ഓണത്തിൻ്റെയൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഓണത്തിന് ഇപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ പുറത്തെ ആൾക്കാർ വരും. എല്ലാവരും ജൂലൈ തിരിച്ചു പോകണം. ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് തയ്ച്ചുകൊണ്ടൊക്കെ പോവുക. അപ്പോൾ ഇതെത്രയാണ്? 150. ഇതിന് 150 ഉള്ളൂ കേട്ടോ. കണ്ടാൽ തന്നെ തിന്നാൻ തോന്നൂല്ലേ? ഇതൊക്കെ സാരിയായിട്ട് ഓണത്തിനൊക്കെ കൊടുക്കാട്ടോ. ബനാറസ് ഇങ്ങനെ ഇതിന് ഏതെങ്കിലും പ്ലെയിൻ ബ്ലൗസ് ഇതൊക്കെ ബ്ലൗസ് ഇതൊക്കെ ഇട്ടാൽ മതി. ബ്ലൗസിൻ്റെ 199 കേട്ടോ. ഇത് 150 രൂപയുള്ളേ. അപ്പോൾ ബ്ലൗസ് വേണ്ടവർ ഈ പിങ്ക് കളർ എന്ത് ഭംഗിയാണ്. സാരി സ്കേർട്ട് ബ്ലൗസ് അങ്ങനെ. അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾ നോക്കിയത് കണ്ടിട്ട്. അതിങ്ങനെ സോഫ്റ്റായിട്ടിങ്ങനെ ഓർഗനൈസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓണത്തിനൊക്കെ പണ്ടത്തെ കേരളയിൽ നിന്നൊക്കെ ഒത്തിരി മാറിയില്ലേ. ഇങ്ങനെ എടുത്താൽ പിന്നെ പല പല ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാം. പെട്ടെന്ന് എടുത്തോട്ടോ. 150 ഉള്ളേ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അടിപൊളി. ഒരു രസം. എൻ്റെ അമ്മേ, ഞാനിങ്ങനെ പറയണതാണോ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണല്ലേ? ഇതൊക്കെ 250യുടെ തുണിയാട്ടോ. കറക്റ്റ് കളർ കിട്ടണ്ടേ? ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വർക്കും ഉണ്ട്. ഇപ്പം ബ്ലൗസായിട്ടൊക്കെ ഇതെടുക്കാം. ഇത് 150 ഉള്ളൂ. അടിപൊളി സംഭവം. ഇങ്ങനെ ഇതുപോലെ ഒതുങ്ങും കേട്ടോ. ഇത്ര ഇങ്ങനെ ഒതുങ്ങുന്ന സംഭവമാണേ. പണ്ട് നമുക്കിങ്ങനെ എന്തോ ബലൂണൊക്കെ കാണുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ? അതുപോലെ ഇത് കണ്ടിട്ടൊരു പ്രത്യേക സൗന്ദര്യം തോന്നണല്ലേ. ഭയങ്കര രസം. 1000 രൂപ താഴെ ആവുള്ളൂ. ഇതിൻ്റെ ഈ കളറൊക്കെ കറക്റ്റ് ഇങ്ങനെ കിട്ടിയുള്ളൂ. എല്ലാത്തിൻ്റെ അരികത്ത് ബോർഡറുള്ള തുണിയാട്ടോ. ഇത് 150 ഉള്ളൂ. ഇതിന് എത്രയായിരുന്നു? ഇത് 220. കുറച്ച് തുണി എടുത്താൽ മതി. ഇതിനൊക്കെ നല്ല വീതിയാണ്.
ഇതിനും ആ ബ്ലൗസ് പീസ് തന്നെ യൂസ് ചെയ്യാം അല്ലേ? അതോ എന്ത് രസമല്ലേ? ഓ ഇതെല്ലാം 250 ആട്ടോ. ഇത് 250, ഇതൊക്കെ 150. ഇതിപ്പം തന്നെ തീരൂ കേട്ടോ, പെട്ടെന്ന് എടുത്തോ. കാരണം ഇതിൻ്റെ ഭംഗി കണ്ട ആരും എടുക്കൂലാത്ത. ഓണത്തിൻ്റെ സംഭവങ്ങളെല്ലാം ഇറങ്ങി തുടങ്ങിയേക്കണതാണ്. ഓ എന്തൊരു രസമാണെന്ന് നോക്കിയത്. ഒരു ഫങ്ഷനൊക്കെ ഈ സാരി കൊടുത്തോണ്ടങ്ങ് ഇരുന്നാൽ മതി അല്ലേ? സ്ലീവ്ലെസ് ഒരു ബ്ലൗസ് കിട്ടെ. ഇതിലേക്ക് നോക്കോളൂ, എത്ര കാഞ്ചീപുരം വന്നാലും അല്ലേ? എനിക്ക് വണ്ണമൊക്കെ കുറഞ്ഞിരിക്കുമായിരുന്നെങ്കിൽ, വയറൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നെങ്കിൽ. ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ബിന്ദു എന്നും ഇങ്ങനത്തെ വലിയ വിലയൊന്നുമില്ലായിരിക്കും, ഓർഗൻസി കൊടുക്കുള്ളൂ. എന്ത് ഭംഗിയാണ്. കുഞ്ഞു എപ്പോഴും ഓർഗൻസി എടുക്കണം. കുഞ്ഞുവിനൊക്കെ നല്ല രസമാണ്. ഇതേ നെറ്റിൽ ഫുൾ വർക്കുള്ള സംഭവം. ഇത് എത്രയാ? 299 കേട്ടോ. ഇത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. 350 ആണ്. 299. ഷോളൊക്കെ ആക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി വീതി കുറവുണ്ടോ? അതെനിക്ക് തോന്നുകയാണ്. ഇതിന് വീതി ഇച്ചിരി കുറവുള്ള പോലെ അല്ലേ? 36 ഇഞ്ച് വീതിയുള്ളൂ അല്ലേ? 299. 99 കോട്ടൺ. മഴ പെയ്യുമല്ലേ? മിക്സിങ് ഉള്ള കോട്ടനാണ് കേട്ടോ. അജ്രക് പ്രിൻറ്റിൻ്റെ സൂപ്പർ 99 കോട്ടണേ. ഇതും 99. നല്ല അജ്രക് പ്രിൻറ്റിൻ്റെ ആണ്. ഇപ്പോൾ ഒത്തിരി കുർത്തകളെല്ലാം വന്നത് ഈ കോട്ടണിലാണ്. ഇപ്പോൾ വില കുറവ് തോന്നിക്കും. അപ്പോൾ ഈ മിക്സിങ് ഉള്ള കോട്ടനാണ് എന്നോർത്തൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ചൂടൊന്നുമില്ലേ. ഇതെല്ലാം 99 ആണോ? ഇതെല്ലാം 99 ആട്ടോ. ഇതിൽ ഒത്തിരി കോഴ്സെറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പം ടോപ്പും ബോട്ടോ ഇതിലടിച്ചാൽ മതി, ലൈനിങ് ഒന്നും വേണ്ട. മഴയത്തൊക്കെ ഇടാൻ നല്ലതല്ലേ. വില ഇതുള്ളൂ. നല്ല കളേഴ്സ്, നല്ല പ്രിൻ്റുകളും. എല്ലാം 99 അല്ലേ? എല്ലാം 99 ആട്ടോ. ഇതും അതെ, ഇതൊക്കെ 99. ഇതൊക്കെ സാരി കൊടുക്കണം. എന്ത് രസമായിരിക്കും അല്ലേ? എൻ്റെ വൈറ്റ് പേള് മാലയിടണം. ഇതിന് ഈ കളർ ബ്ലൗസ് എടുക്കണം കേട്ടോ. നമ്മുടെ ആ ബ്ലൗസൊക്കെ പറ്റൂലായിരുന്നോ? സ്കേർട്ട്, സാരി, ബ്ലൗസ് എല്ലാം നല്ല. ഇതിന് എത്രയാ? 190 ആട്ടോ ഇതിൻ്റെ വില. ഒറിജിനൽ ക്രേപ്പാട്ടോ ഇത്. എന്ത് ഭംഗിയാന്ന് നോക്കി. സിൽവർ സ്ട്രൈസും ഒരു സിൽവറിൻ്റെ റിങ്ങും എടുത്തിട്ടാൽ മതി, അല്ലെങ്കിൽ ജിമുക്ക. മാലയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും വിലയുള്ളൂ, 190 രൂപ. അപ്പം എന്ന് സാര വിലയ്ക്ക് ഇത് ഭംഗിയായിരിക്കും നോക്കി. സാരി, സ്കേർട്ട്, ടോപ്പില്ലേ ഇങ്ങനെ ഇവിടെ ഞെറിവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആലിയ കട്ടിന് നല്ലതാണ്. നെറ്റിൻ്റെ കേട്ടോ, അടി വർക്കുള്ള. ഇത് സാരിക്ക് ഒത്തിരി നല്ലതാട്ടോ. 170 രൂപയുള്ളൂ കേട്ടോ. സാരിക്ക് നല്ലതാണ്. സാരിക്ക്, ഹാഫ് സാരിക്ക്, സ്കേർട്ട്, ബ്ലൗസ് എല്ലാത്തിനും നല്ലതാണ്. 170 ഉള്ളൂ. വേണം. ഞാൻ എപ്പോഴും കുഞ്ഞുവിന് നെറ്റിൻ്റെ സാരി, ഓർഗൻസയുടെ സാരി എടുക്കണേ. വയറൊന്നുമില്ലല്ലോ, ഇടുമ്പോൾ നല്ല രസമല്ലോ. വയറില്ലെങ്കിൽ എന്തെല്ലാം ഇടായിരുന്നു അല്ലേ. ഇത് കണ്ടോ, ക്രേപ്പിൽ 60 രൂപയുടെ. ഈ മഴക്കാലമല്ലോ, ഇതൊക്കെ തയ്ച്ചിട്ടാൽ നല്ല രസമാണ് കേട്ടോ. 60 രൂപയുടെ. എൻ്റെ കുറേ കളർ ചാർട്ടുണ്ട്. 60 രൂപയുള്ളൂ. ലൈനിങ് ഒന്നും വേണ്ട. തന്നെ തയ്യലറിയാമെങ്കിലേ
60 രൂപ. ഇതൊക്കെ 60-ൻ്റെ ആട്ടോ. ഞാൻ സ്കീമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ ഇതിൽ? ഇത് പറഞ്ഞോ? ഇപ്പം കിടന്നാലും ഇരുന്നാലും ഒക്കെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സ്കീമും കടയുടെ വിചാരം. പക്ഷെ നിപ്പപ്പടിയും രേവതി വെഡ്ഡിങ് കളക്ഷനിലും ആട്ടോ. ഞാനിവിടെ എങ്ങാനും കയറാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇട്ട് പോയി പെണ്ണുങ്ങൾ അപ്പം തുടങ്ങും, ഇങ്ങോട്ട് വാ ഇവിടെ കയറാണ്ട് പോകണ്ടെന്നും പറഞ്ഞു. ഇന്നിവിടെ കയറി ഇവിടെയാണ് ഈ വീഡിയോ പിടുത്തം ഇതൊക്കെ. എൻ്റെ പൊന്നെ രണ്ടിടത്തൂടെ വീഡിയോ പിടിച്ച് പണ്ട് കൊതിയായിരുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൊതിയില്ലേ അഭിനയിക്കാനൊക്കെ. കൊതി മാറി, അഭിനയിക്കാനുള്ള കൊതിയെല്ലാം മാറി. ഈ പ്രാർത്ഥന ഇതിനൊക്കെയുള്ള ആരോഗ്യം തന്നെയാണ്. 60 രൂപയുള്ളൂ കേട്ടോ, നല്ല ഡിസൈൻ. എന്താ പറഞ്ഞത്? അവിടെ കസ്റ്റമർക്ക് കുളത്തിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർഡർ കൊടുത്തിട്ടുണ്ട് വീഡിയോ പിടിക്കാം. അവർ വാങ്ങിക്കാൻ പക്ഷെ